നമ്മള് ഹറമിലെത്തിക്കാം. ഇതെന്താ സംഭവം? റോഡും ഇല്ലേ? റോഡ് കഴിഞ്ഞ് അങ്ങനെ നമ്മള് ഹറമിന്റെ ബോർഡർ എത്താനായിട്ട് കുറച്ചും കൂടി ബാത്റൂം കടത്തിയും കയറാൻ തോന്നില്ല. വണ്ടി പതുക്കെ പോവേണ്ടതാണ്. ആയുധം വെച്ചുള്ള കളിയാണ്. ഹലോ ഗൈസ്, ഈ പാത്തുമാ നോക്കി ഞാൻ എങ്ങനെ കിടത്തിയെന്ന് അറിയാം. ഉടുപ്പ് കിടക്കണ പോലെ നോക്കി. ഇപ്പം എനിക്ക് കുറേ പണിയുണ്ട്. എന്താണെന്നറിയോ ഗൈസ്, ഞങ്ങൾ മക്കം പോവാണ്. ഉംറ ചെയ്യാൻ വേണ്ടി പോവാൻ നിൽക്കുകയാണ്. അപ്പം അതിന് മുമ്പുള്ള പാക്കിങ്ങിന് വേണ്ടിയിട്ട് സമ്മതിക്കണില്ല അവള്. അപ്പം മക്ക പോകുന്നതിൻ്റെ പാക്കിങ് ആട്ടോ. ഇതൊക്കെ ഓളെ സെക്ഷൻസ് ആണ്. ആദ്യം ഓൾതാണ്ട് പാക്ക് ചെയ്തൊക്കെ വിചാരിച്ചു. എന്നിട്ട് വേണം എൻ്റെതും ഹസ്സിൻ്റെയും കൂടിയും പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ. ഇപ്പം 3 ഐറ്റംസ് ആണ്. ഓൾ ഡ്രസ്സുകൾ മാത്രം. ഇനി ഓളെ ഫുഡ് ഐറ്റംസും ഫുഡ് കൊടുക്കാനുള്ള ഐറ്റംസൊക്കെ വേറെ പാക്ക് ചെയ്യാണ്ട്. അപ്പം ഗൈസ്, മോൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓളിതാ ഉറങ്ങുന്ന. അപ്പം നമുക്ക് ബാക്കി പരിപാടികൾ നോക്കട്ടോ. പതുക്കെ വേണം സംസാരിക്കാൻ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹസ്സിൻ്റെ മുമ്പ് ഡ്രസ്സാണിത്. അത് പാക്ക് ചെയ്യാം. അത് ഈ കവറിലിട്ട് വെക്കട്ടോ. ഇതാണ് എൻ്റെ ഭർത്ത. ഇത് എന്താ നമ്മൾ ഇറാൻ കെട്ടിയതിന് ശേഷം ഉണ്ടാവുള്ള കേട്ടോ. അപ്പോൾ ഇതും കൂടി നമുക്ക് പാക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഉംറ ഡ്രസ്സ് അല്ലാതിനായി ഈ ഒരു ഔട്ട്ഫിറ്റും കൂടി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും പുറത്തേക്കൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഇടാൻ വേണ്ടിയിട്ട് വേറൊരു ഫുള്ളുള്ള ഒരു ഡ്രസ്സാണ്. അതും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം സെറ്റായിട്ടോ. ഇനി പോയാൽ മതി. ഹസ്ബൻഡിൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. നാളെ ലീവ് എടുത്ത് വെള്ളിയാഴ്ച പിന്നെ ഓൾറെഡി ലീവാണ്. അപ്പോൾ 2 ഡേയ്സാണ് നമ്മൾ മക്ക പോകുന്നത് കേട്ടോ. അപ്പം ഇനി പോകുന്ന വഴിക്ക് കാണാം. ഇറങ്ങിയിരിക്കണം കേട്ടോ. നമ്മൾ ഇനി മക്കത്തേക്ക് പോവുകയാണ്. ഇവിടുന്ന് തായ്ഫിക്ക് ഏകദേശം 6 മണിക്കൂറുണ്ട്. പിന്നെ അവിടെ നിന്ന് 1 മണിക്കൂറുണ്ട് മക്കത്തേക്ക്. തായ്ഫ് പോയിട്ട് ഇറാം കെട്ടിയിട്ട് വേണം പോകാൻ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി, റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പം ഇനി പോണ വഴിക്ക് കാണിച്ചു കേട്ടോ. ഡോറ് കടക്കാം നമുക്ക്. കാണിച്ചു കൊടുക്കട്ടെ. പറക്കുന്തളിക, മിനി പറക്കുന്തളികയാണ്. ഇതൊക്കെ സെറ്റാക്കിയിട്ട് പോട്ടെ കേട്ടോ. ഇപ്പം നമ്മൾ ദവാദ്മിന്ന് ഇറങ്ങിട്ടോ. ഇപ്പൊ സമയം എത്ര? 5:20. 5:20 ആയിക്കണം. സൺസെറ്റ് ആയിക്കണം. ആനോളും ബാക്കിലായിരിക്കണം. നമ്മൾ ഇവിടെ ഒക്കെ സെറ്റാക്കിയാണ് ഓൾക്ക് ഇരിക്കാനും ഇതിനൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇരിക്കണ സുഖം. ഇടയ്ക്കിടയ്ക്ക് മുമ്പിലും ബാക്കിലായിട്ട് ഇരിക്കുമ്പോൾ ആ മാറിക്കിടക്കുമ്പോഴേ ഇതാണ് ഒക്കെ സെറ്റാക്കണം. മുമ്പത്തെ സീറ്റ് സെറ്റാക്കണം, ഒക്കെ സെറ്റാക്കണം. അപ്പോൾ നമ്മൾ ബാക്കിൽ തന്നെ ഇരിക്കാൻ വിചാരിച്ച് ബാക്കിൽ ഇരിക്കണമുണ്ട്. ഞാൻ ഓൾക്ക് ഫീഡ് ചെയ്യണമുണ്ട് കേട്ടോ. ഇതാ ഓൾക്ക് ബോട്ടിൽ ബ്ലൂബെറിയും ഡേറ്റ്സൊക്കെ ഉള്ള ഒരു മിക്സ് ഉണ്ടാക്കി കൊടുന്നേക്ക്. അപ്പോൾ അതും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് ഓൾക്ക്. കുറച്ചീച്ച കൊടുത്താൽ വലിയ കുഴപ്പമില്ല, അത് തിന്നോളും. അല്ലെങ്കിൽ തിന്നൂല. ഹായ് പറഞ്ഞ. അതിൻ്റെ ഇടയിൽ നമ്മൾ വണ്ടി ഒന്ന് ചെറുതായിട്ട് നിർത്തിക്കണം കേട്ടോ. ഇവിടുന്ന് ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു. നമ്മൾ ഇറങ്ങണ തിരക്കിൽ ചായ ഒന്നും കുടിക്കാനും ഉണ്ടാക്കാനും ഒക്കെ ടൈമില്ലായിരുന്നു. ആക്ച്വലി ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു ചായയും കൂടി വാങ്ങിച്ചിട്ട് പോവാന്ന് വിചാരിച്ചുട്ടോ. അപ്പൊ ചായ ഇട്ടിട്ടുണ്ടോ. അതിൻ്റെ അടിയിൽ അവിടെ ആരോ കണ്ട് അയാളടുത്ത് പോയിക്കണം. അപ്പം നമുക്ക് ഇതാ ചൂട് ചായയും സ്നാക്സും ഉണ്ട്. കുട്ടിക്ക് വേണോ? ഓള് ബ്ലൂബെറി തിന്നാ കേട്ടോ. വായില് ഒക്കെ കഴിഞ്ഞിട്ട് വാകി കൊടുക്കാൻ വിചാരിച്ചു. അപ്പം നമ്മൾ ചായ കുടിക്കട്ടെ കേട്ടോ. ചായ കുടിച്ചിട്ട് നേരെ തായ്ഫിക്ക് വിടുന്നു നമ്മൾ. അപ്പോൾ പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അല്ലെങ്കിൽ തായ്ഫ് എത്തിയിട്ട് കാണിക്കട്ടോ.
ഇപ്പൊ നമ്മൾ അൽദവാദ്മിന്ന് ഇറങ്ങിക്കണ്. അൽദവാദ്മി എക്സിറ്റ് ആയില്ലേ. ഇനി തായിഫിക്ക് എത്ര 6 മണിക്കൂറും 21 മിനിറ്റാണ് ഗൂഗിൾ മാപ്പ് കാണിക്കണത്. നമ്മൾ അതിലാതെ ലേറ്റ് ആവും എത്താൻ. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പുകളൊക്കെ ഉണ്ടാവും നമുക്ക്. സമയം 5:45 ആയിക്കണം കേട്ടോ. ഇനിയായിട്ട് മരുഭൂമി. ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരു സിറ്റി ഉള്ളത്, അഫീഫ് കയറി. ഇവിടെ മലകളൊക്കെ ഉണ്ട് കേട്ടോ. സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു. ഇവിടെ നേരത്തെ ബാങ്ക് കൊടുക്കും. 5:30 ആകുമ്പത്തിന് മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു. പോണ വീക്കുള്ള മലകളൊക്കെ. പാത്തുമ്മ ഇവിടെ കരഞ്ഞ് കുത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ വണ്ടി കയറിയപ്പോ മുതലുള്ള കരച്ചിലാട്ടത്. എന്തിനാണ് എങ്ങോട്ടെങ്കിലും പോവാണെന്ന് കണ്ട ഓള് കരച്ചിലാടുന്നു. ഉറക്കം വന്നിട്ടിരുന്നു, ഉറങ്ങൂല. ഈ ബ്ലൂബെറി ഒക്കെ ഡ്രസ്സിലാക്കി. ഈ ഡ്രസ്സ് ഒന്നും കഴിച്ചെടുക്കാനൊന്നും സമ്മതിക്കണില്ല ഓളെ. ഫുൾ കരച്ചില്. നമ്മളുണ്ടല്ലോ ടയറിലൊക്കെ ഒന്ന് കാറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു പെട്രോൾ പമ്പിൽ നിർത്തിക്കാട്ടോ. പെട്രോൾ പമ്പിലെല്ലാം ഉണ്ട്. എന്താ അവിടെ വർക്ക് ഷോപ്പ് ഉണ്ട് കേട്ടോ. ടയറിന്റെ ഒക്കെ ഷോപ്പ് ഉണ്ട്. അതാ പിന്നെ തല അതിന്റെ ഉള്ളിലേക്ക് പൂത്തിയിട്ട് നിലവിളിക്കുന്നുണ്ട് അവള്. നീണ്ടൊരു ബഹളത്തിനൊടുവിൽ ആള് ശാന്തമായി ഉറങ്ങുന്നു. നമ്മൾ എവിടെ എത്തിയിട്ടില്ല കേട്ടോ. കുറച്ച് ദൂരമായിട്ടുള്ളൂ. 1 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ. ഇപ്പം ആകെ പുറം മൊത്തം ഇരുട്ടയക്കണം. പിന്നെ അഫീഫക്ക് ഏകദേശം ഇനി 1 മണിക്കൂറും കൂടി ഉണ്ടാവും. അഫീഫ് എത്തിയിട്ട് വരാം കേട്ടോ. അങ്ങനെ അഫീഫ് എത്തിക്കണം കേട്ടോ. ഇതാണ് അഫീഫിക്കുള്ള എൻട്രൻസ്. തായ്ക്ക് പോകുന്ന വഴിക്ക് ദവാദ്മി കഴിഞ്ഞുള്ള വലിയ സിറ്റി അല്ലേ അഫീഫ്? ഇള്ളിക്കുള്ള സിറ്റി. റൗണ്ട് അബൌട്ടും ഇപ്പൊ കാണിച്ചതാണ് ശരിക്കുള്ള എൻട്രൻസും. ഓക്കെ, അപ്പൊ ഇവിടുന്ന് മുതല് അഫീഫിന്റെ സിറ്റി സ്റ്റാർട്ട് ചെയ്യാം. ഷോപ്പുകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. പാർക്ക് കിട്ടണില്ല. ഞാൻ എടുക്കാൻ നോക്കി. പൊത്തയം തൊത്തയം ഇതൊന്നും ഫുള്ള് ബ്രേക്കറുകളാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോ ബ്രേക്കർ തന്നെയല്ല പറയാ. അത് ഞാൻ കുറച്ച് പ്രഷർ കൊടുത്ത ബ്രേക്കർ. ഇതാണ് അഫീഫിലെ ഇതാണ് അഫീഫിലെ സൂക്ക്. സൂക്ക് ഏരിയ. സൂക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പഴയ കാലത്ത് സൂക്ക് എന്ന് പറയും. ഇപ്പോഴും സൂക്ക് എന്ന് പറയും.
കുറേ കടകളുള്ള സ്ഥലം സൂക്ക്. എൻ്റെ അറിവില്ലതാണ് സൂക്ക്. ഈ അഫീഫിൻ്റെ ഇതിൻ്റെ ലാസ്റ്റിക്കൊരു പള്ളിയുണ്ട്. ഇനി അവിടുന്ന് നിസ്കരിക്കലും ഫ്രഷ് ആവലൊക്കെ അവിടുന്ന് ചെയ്യണം. അവിടെ കടന്നുറങ്ങണം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഏകദേശം 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് അഫീഫ് എത്തിയാണ്. ഇനിയുണ്ട് തായിഫിക്ക് എത്ര 4.5 മണിക്കൂർ, 404 കിലോമീറ്റർ ഉണ്ട്. ഇനി 12 മണിക്ക് അവിടെ എത്തുള്ളൂ. അതിൽ കാണിക്കണേ ഇനി നമ്മൾ ലേറ്റ് ആവും. നമ്മളെ കുഞ്ഞിപ്പാത്തും ഉറങ്ങി നീച്ചിക്കിട്ടാ. എനിക്ക് അറിയാൻ പാടില്ല കേട്ടാ. നല്ല കുട്ടിയേക്കണില്ലേ, മാഷാല്ലാ. നേരത്തെ എന്തിനാണ് അപ്പോൾ കാരണം ഇനി ഉറക്കമൊക്കെ വന്നിട്ടാണോ, ഉറക്കം വന്നിട്ട് കുഞ്ഞു കുട്ടി കരഞ്ഞത്. അവൾ ഉറങ്ങി നീച്ച പാടെയാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ എന്തോ ഒരു കുറുമ്പിളകിയതാണ്. അപ്പോൾ ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റ് റെഡി ആയിക്കണം. ഇനി നമ്മൾ ഇവിടെ ഒരു പള്ളിക്ക് കയറണം. അവിടുന്ന് ഡയപ്പർ ചേഞ്ച് ചെയ്യണം, നമുക്ക് നിസ്കരിക്കണം, ഫ്രഷ് ആവണം ഒക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ മക്കത്തേക്ക് പോവല്ലേ. ഓളുണ്ടായതിനു ശേഷം ഫസ്റ്റ് ആയിട്ടാട്ടോ മക്ക പോകുന്നത്. ഒരുപാട് ആഗ്രഹമായിരുന്നു ഓളിയും കൊണ്ട് മക്കത്തേക്ക് പോകണം, ഉംറ ചെയ്യണം എന്നൊക്കെ. ഇതിനു മുമ്പ് റബീഉൽ അവ്വലിൻ്റെ അന്ന് ഞങ്ങൾ മദീന പോയിരുന്നതാണ്. അന്ന് ലീവ് കിട്ടാത്തതുകൊണ്ട് മക്ക പോക്ക് നടന്നില്ല കേട്ടോ. മദീന ആകുമ്പോൾ നമുക്ക് പോന്നാൽ മതി. ഉംറയൊക്കെ കഴിഞ്ഞ് പിന്നെ അന്ന് തന്നെ ഡ്രൈവ് ചെയ്ത് തിരിച്ചു വരുന്നത് ബുദ്ധിമുട്ടാണ്. ഉറക്കമില്ലാതെ ഒരു ഡ്രൈവിംഗ് അല്ലേ. അപ്പം അതുകൊണ്ടാണ് മക്കം പോകാൻ താമസിച്ചത്. പിന്നെ ഇവളെ കരച്ചിലൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്ന് മക്കം പോകാൻ ഇൻഷാ അല്ലാഹ് കുഴപ്പമൊന്നും ഇല്ലാതെ എത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ മോളിപ്പാനെയും കാറിലാക്കിയാണ്ട് ഞാൻ ഫസ്റ്റ് നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ബാത്റൂമും നിസ്കരിക്കാൻ ഉള്ള കൊടുക്കുന്ന സ്ഥലവും നിസ്കാര റൂമൊക്കെ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ, ഇത്ര വൃത്തിയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ബാത്റൂമൊക്കെ ഒന്നും ഞാൻ കയറുന്നില്ല, ബാത്റൂം കണ്ടിട്ട് തീരും കയറാൻ തോന്നുന്നില്ല. അപ്പം ഞാൻ ഉള്ള കൊടുത്ത് നിസ്കരിക്കട്ടെ കേട്ടോ. അപ്പം എൻ്റെ നിസ്കാരം കഴിഞ്ഞു കേട്ടോ. നിസ്കാരം കഴിഞ്ഞിട്ടും നമ്മൾ ഉള്ളെടുത്ത വെള്ളം ഭയങ്കര ഉപ്പുള്ള വെള്ളമാണ്. ഇപ്പോഴും ആ ഉപ്പ് രസം പോയിട്ടില്ല. പിന്നെ ബാത്റൂം പോക്കും നടന്നില്ല. എനിക്ക് ആ ബാത്റൂം തീരെ പറ്റൂല. ഞാനുണ്ടല്ലോ അപ്പം ആദ്യമൊന്നും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാത്റൂമിക്കേ പോകാത്ത ഒരാളായിരുന്നു കേട്ടോ. റൂമിൽ നിന്ന് ബാത്റൂമിൽ പോകുന്നതല്ലാതെ അവിടുന്ന് പിന്നെ പോകാൻ പറ്റൂലല്ലോ. ഇങ്ങനെ ലോങ് ആയിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ പിടിച്ചു നിൽക്കുന്നത്. നല്ല ബാത്റൂമൊക്കെ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ പോകാറുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇപ്പം അതിനൊക്കെ കുറേ മാറ്റം വന്നിരിക്കണേ. വേറെ നിവർത്തിയില്ല. നമ്മളിങ്ങനെ മക്ക മദീനൊക്കെ ലോങ് ട്രാവലാണല്ലോ. ഏകദേശം 6-7 മണിക്കൂറൊക്കെ വരുന്നുണ്ട് മക്കി മദീനൊക്കെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഇടയിൽ യൂറിൻ പാസ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് കയറേണ്ടി വരുമല്ലോ. അതുവരെ പിടിച്ച് കയറാൻ പറ്റില്ലല്ലോ. ഇവിടെ ഒക്കെ പൈപ്പിലൊക്കെ ഉപ്പ് രസമാണ് വരുന്നത്, ഉപ്പ് വെള്ളം. അതൊരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അതിൻ്റെ മുഖത്ത് കുറേ കുരുകൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ എന്താണെന്ന് അറിയില്ല. ഭയങ്കര ഉപ്പ് രസം. ഞാൻ ഇവിടെ ഉള്ളു കൊടുത്തുള്ള അപ്പം നിസ്കാരം കഴിഞ്ഞു. ഇനി ഞാൻ പോയിട്ട് വേണം ബസ്സിന് നിസ്കരിക്കാൻ പോകാൻ. എനിക്ക് മോളെ ഡയപ്പർ ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോഴേക്കും ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ഇവിടുന്ന് യാത്ര തിരിക്കാൻ. അപ്പോൾ ഞങ്ങൾ പകുതി പോലും എത്തിയിട്ടില്ല. മക്കന്നെ ഏകദേശം 2 മണിക്കൂർ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനി ധാലി പറഞ്ഞ സ്ഥലം കയറണം. അത് കഴിഞ്ഞ് നാഷണൽ ഹൈവേമൊക്കെ കയറണം. അവിടുന്ന് 2 മണിക്കൂറിൻ്റെ തായ്ഫിക്ക്. എന്നിട്ട് തായ്ക്ക് ചെന്നിട്ട് ഏകദേശം 1-1.5-2 മണിക്കൂർ പോകും. ഇഹ്റാം കെട്ടാൻ വേണ്ടിയിട്ട് കുളിക്കണം. 2 പേർക്ക് ഒരുമിച്ച് പോയി കുളിക്കലിപ്പോൾ നടക്കില്ല. ഒരാൾ പോയി അതിന് ശേഷം ഇപ്പം മറ്റൊക്കെ പോകാൻ പറ്റുള്ള കുട്ടികളുണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ മക്കത്തേക്ക് എത്താൻ. ഒരുപാട് ദൂരമുണ്ട്. രണ്ടാളും കൂടി കണ്ടില്ലേ കാര്യമായിട്ട് അവിടെ ഫോണുമ്മ കളിച്ചത്തിരിക്കുക. ഇനി ഓളെടുത്തിട്ട് ഡയപ്പർ ചേഞ്ച് ചെയ്യണം കേട്ടോ. പോവാ ഉണ്ടത്
ആരാ ഈ വന്നിക്കണേ നോക്കുക. അങ്ങനെ ബാത്റൂം പോകൊക്കെ കഴിഞ്ഞ് നമ്മള് വീണ്ടും കാറൊക്കെ എത്തിക്കണേ. എന്താണ് പാത്തുമ്മ വായിലൊക്കെ ഇട്ടുകൊണ്ട്? ഇപ്പൊ ഉറങ്ങി എണീറ്റപ്പോൾക്ക് എന്തായാലും അവള് കരച്ചിലൊന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നു. നമ്മള് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് പേടിയാണ്. ഇവള് കരയോ എന്താന്ന് അറിയില്ലല്ലോ. ഇവിടെ മിസ്റ്റർ ഹസ്ബൻഡ് എന്തൊക്കെയോ ക്ലീൻ ചെയ്യുന്നുണ്ട്. കണ്ണാടികളൊക്കെ ഇപ്പോഴാണ് ക്ലീൻ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് പോവാട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ ചിലപ്പോൾ ഇനി വേറൊരു ദാലിം പറഞ്ഞുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ നിർത്തുവയ്ക്കാരും നാഷണൽ ഹൈവേ കയറി കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലം. അവിടെ നിർത്തുവയ്ക്കാരും അല്ലെങ്കിൽ എവിടെയിലൊക്കെ നിർത്തുവയ്ക്കാരും. എന്തായാലും ഇപ്പോൾ വിശക്കണില്ല. ഇപ്പം സമയം 8 മണി. 8 മണിയല്ല 8:30 ആയിട്ടോ. ടൈമുണ്ട്. പക്ഷെ തായിഫെത്തുമ്പോൾ നല്ല ലേറ്റാവും. അങ്ങനെ നമ്മൾ പോവുകയാണ്. പോവല്ലേ? നമ്മൾ പോവാട്ടാ. ഇതെന്തിനാണ് ഈ വായിലിട്ട് വെച്ചിരിക്കണത്? പെട്രോൾ പമ്പിൽ നിന്നും വിട പറയുകയാണ്. ഞാൻ ഉണ്ടായി തരാം. ഇപ്പൊ ഉണ്ടായി തരാം. ഇതാ ഓൾറെഡി ഇരിക്കാണേ. അങ്ങോട്ടൊന്നും പോവില്ല. നമുക്കൊരു കോഫി ഉണ്ടാക്കാം. നാഷണൽ ഹൈവേ എത്തിയിട്ടില്ല. അതും സാധാ റോട്ടില്. ഓൾക്കാവുന്നേക്കണം. ഇനി ഓൾക്ക് ആ കുപ്പി വേണം. അതിനാണ് ഓള്. അപ്പൊ നമുക്ക് കോഫി ഉണ്ടാക്കാം കേട്ടോ. ഗുഡ് ഡേന്റെ മോക്കിച്ചിനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല. ഇത് ഇടുക, പഞ്ചസാര ഇടുക, അതിൻ്റെ ഇടയിൽ വലിയൊരു കട്ടർ പഞ്ചസാര ഇട്ട ചൂടുവെള്ളം പാരുക, ഇളക്കുക, കുടിക്കുക. അപ്പൊ ഇത് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിൽ പഞ്ചസാരയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എക്സ്ട്രാ ഷുഗറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ആഡ് ചെയ്യും. നമ്മൾ പഞ്ചസാര കൊണ്ടുവന്ന പാത്രമല്ല കുപ്പി, ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. അത്ര മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലാസ്കിൽ നിന്നും ചൂടുവെള്ളം ഒഴിക്കാം. ഹാൻഡിൽ വിത്ത് കെയർ. ആദ്യം കുറച്ച് ചൂടുവെള്ളം പാരുക. വണ്ടി പതുക്കെ പോവേണ്ടതാണ്. ആയുധം വെച്ചുള്ള കളിയാണ്. നമുക്കിനി മിക്സ് വെൽ. സ്പൂണ് കൊണ്ടുവന്നിരുന്നു. സ്പൂണ് ഇവിടെ വെച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത ശേഷം ബാക്കി ചൂടുവെള്ളം കൂടി ഒഴിക്കട്ടോ. അപ്പം ഇനി ചൂടുവെള്ളം പാരാട്ടോ. ഹാൻഡിൽ വിത്ത് കെയർ ചൂടുവെള്ളം, അല്ലെങ്കിൽ ഇതിൻ്റെ ബോഡി മൊത്തം ചൂടാവും. ഇത്ര മതി കേട്ടോ. ഗ്ലാസ് വലുതാണ്, പൊടി ചെറിയ ഗ്ലാസ്സിനുള്ള പൊടിയാണ്. അപ്പം ഇത്ര ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ എങ്ങനെ മിക്സ് ചെയ്യുക? ഈ മൂടി ഇവിടെ ഒരാളെടുത്താണ്. അപ്പം അത് വാങ്ങിക്കഴിഞ്ഞാൽ ഇനി വലിയൊരു കരച്ചിലുണ്ടാവും. തരുമോ? കരണില്ല. ഓ, ടോയുടെ വമ്പൻ ശേഖരം തന്നെയുണ്ട്. ഒക്കെ സെറ്റ്. ഇനി നന്നായിട്ടൊന്ന് കുലിക്കാം. കുലുക്കിയതാണ് ഇപ്പം കണ്ടത്. എൻ്റെ ഡ്രസ്സ് കൂടി പോയി. അപ്പം ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ കാണാം കേട്ടോ. ആ പെട്ടി എന്താ? എന്ത് ശത്രു? ക്യാമറയാണ് ഗൈസ്. ബോക്സിലുള്ള ക്യാമറ. സ്പീഡ് നോക്കണം. നമ്മളെ ഡ്രൈവേഴ്സിന്റെ ശത്രുവാണത്.
120 കേട്ടോ. കാറിൻ്റെ മാക്സിമം അതിൻ്റെ മേലേക്ക് പോയാൽ വലിയ ഫൈൻ അടിക്കും, ലേറ്റ് എത്തും. നമുക്ക് ഇനിയും 2:51 മണിക്കൂറുണ്ട് കേട്ടോ. 2 മണിക്കൂർ 51 മിനിറ്റും ഉണ്ട്. 221 കിലോമീറ്റർ ഇനിയുണ്ട് തായിഫ്ക്ക്. അങ്ങനെ കുറേ നേരം യാത്ര ചെയ്ത ശേഷം നമ്മൾ ഇവിടെ ദലം പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തെത്തി കേട്ടോ. ഫീഫിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇനി ഒരു 2.5 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ നാഷണൽ ഹൈവേ നമുക്ക് കയറും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതാണിപ്പോൾ ഇവിടെ കിട്ടിയത്. നമുക്ക് പറ്റുന്ന ഫുഡ് കിട്ടൂലല്ലോ എല്ലായിടത്തും. അപ്പോൾ ഇവിടെ ഷവർമയും ബർഗറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ബാക്കി യാത്ര തുടങ്ങാം. ഇങ്ങനെ വെറുതെ കാറിൽ ഇങ്ങനെ ഇരുന്നിട്ടേ വിശക്കണമുണ്ട്, തലവേദനിക്കണമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിട്ടൊന്ന് സെറ്റാവാമെന്ന് വിചാരിച്ചു. ഫുഡ് മേടിക്കാൻ പോയിട്ടുണ്ട്. ഞാനും ഇവിടെ കുത്തിരിക്കുകയാണ്. മോള് ഇവിടെ കിടന്നുറങ്ങിക്കണം കേട്ടോ. ഇതിങ്ങനെ സെറ്റപ്പ് ഉണ്ടാക്കിക്കൊണ്ടേ നമ്മളിങ്ങനെ മടിയിൽ വെച്ചിട്ട് ബുദ്ധിമുട്ടണ്ട. മോൾക്കും സുഖമാണ് കിടക്കാൻ. അപ്പോൾ ഫുഡ് വരട്ടെ കേട്ടോ. ഫുഡും കൊണ്ട് ആൾ വരുന്നുണ്ട്, വിളിച്ചോണ്ട് വരുന്നുണ്ട്. പിസ്സ ആണ് മേടിച്ചിരിക്കണത്. പിസ്സ വിത്ത് ഷവർമ. എന്നാ കേറ്. കയ്യിൽ പിന്നെ കൈ ആയിക്കൂടി കേറിക്കോ. നിങ്ങൾ മുമ്പ് കൂടി വന്നിക്കോ. കുട്ടിയില്ലോണ്ടേ അത് മേടിക്കാൻ കഴിയണില്ല. കഴിക്കട്ടോ. ഇപ്പൊ നമ്മളെ ഫുഡ് പൊട്ടിക്കുന്നുണ്ട്. നമ്മളെ പാത്തുമ്മ ഇവിടെ ഉണ്ട്. ഷവർമയും പിസ്സയും. പിസ്സ എന്ത് പിസ്സ? അതെ, ഇത് നോക്കട്ടെ. ഷവർമ നോക്കട്ടെ. കഴിച്ചോ. എങ്ങനെയുണ്ട്? എന്ത് ടേസ്റ്റില് വേണമെന്നോ? അപ്പൊ ഞാനും കഴിക്കട്ടെ കേട്ടോ. പിസ്സയുണ്ട്. പിസ്സ ഇത് ചിക്കനാ. പോണ്ട. അപ്പൊ പിസ്സയും ഷവർമയും കഴിച്ചിട്ട് വരാം. ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇതെന്താ കഴിക്കണേ നോക്കി കണ്ടില്ല. കുട്ടിക്ക് തരാനായിട്ടില്ല. മാന്തിയോള് ചീസ് ഉണ്ട്. ചീസുള്ള പൈസ കഴിച്ചോ. ചീസ് അതാ വേറെ പോയിരുന്നു. എൻ്റെ ഷവർമ കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഷവർമ എത്രയാ? എൻ്റെ 5. ടേസ്റ്റ് ഉണ്ട് പിസ്സ. ഞാനൊരു പിസ്സ ആക്കട്ടെ. ഏതാ പിസ്സ? അത് കുടിവെള്ളല്ല, അത് എന്നത്തേണാവോ. പിസ്സ കഴിക്കട്ടെ കേട്ടോ. ഞങ്ങള് മീക്കാത്ത് എത്താനായിട്ടോ. മീക്കാത്തേക്ക് കയറുന്നതിന് മുമ്പ് ഇങ്ങനത്തെ കുറേ ഷോപ്പുകളുണ്ടാവും കേട്ടോ. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള. ഏറാൻ കൂട്ടുന്ന തുണി ഉണ്ടാവും, ബാഗുകൾ, പിന്നെ ഡ്രസ്സ്, അങ്ങനത്തെ ഒക്കെ കിട്ടുന്ന എല്ലാ ഷോപ്പുകളും. ഇവിടെ കുറേ ഷോപ്പുകളുണ്ടാവും കേട്ടോ. അങ്ങനെ കുട്ടിക്ക് ചെറിയൊരു മൊത്ത കിട്ടുമോ നോക്കാൻ വേണ്ടി നമുക്ക് നിർത്തി നോക്കാം.
ഈ കടയിലാണ് നിർത്തിയത്. ഇതിന് എല്ലാ കടക്കാരും നമ്മളങ്ങനെ വിളിക്കും കേട്ടോ. അവിടെ നിന്ന് ഒരാൾ വിളിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് ഒരാൾ വിളിക്കുന്നുണ്ട്. എങ്ങോട്ടാ പോണേ നോക്കട്ടെ. നമ്മളിങ്ങനെ വിളിക്കുക കാര്യം. അപ്പം ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. മൂപ്പര് പോയി നോക്കട്ടെ കേട്ടോ. ഞാനൊക്കെ ഇങ്ങനെ ഉറങ്ങിയില്ല, കണ്ണിങ്ങനെ മാളിപ്പോയി. ഇപ്പം സമയം എത്ര? എൻ്റെ ഭാഗത്തുമ്മ ഉറങ്ങിയ എണീറ്റപ്പത്തിന്. പോയോക്കട്ടെ കേട്ടോ. ഇതൊക്കെ ഉള്ള തുണി മാറാപ്പാളൊക്കെ കേട്ടോ. അങ്ങനെ ഈച്ചാ മീക്കാത്തെത്തിയിട്ട് കാണിച്ചരാ. ഒന്നിന് ഓൾക്ക് വെച്ചോക്ക്. കുറച്ചും കൂടി ട്രൈ ചെറുത് വേണ്ടി വരും. ഇതാണ് ഏറ്റവും ചെറുത് എൻ്റെ കയ്യിലുണ്ട്. വെച്ചോക്കട്ടാ. മുടി മൊത്തം കാണണ്ട, മുടി കാണാൻ വേണ്ട 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 വേണ്ട. ഇല്ല 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 ഇല്ല. നമുക്ക് വെക്കണ്ടേ, ഉമ്മ ചെയ്യാൻ പോവണ്ടേ? വർക്കത് നീച്ചീൻ്റെ ഒരു ഇതാട്ടാ. അപ്പം അതാണ് അവിടെ ഏറ്റവും ചെറുതുള്ളതെന്നാണ് പറയണത്. പക്ഷെ അത് അവൾക്ക് ഭയങ്കര ലൂസാണ്. അപ്പം നമ്മൾ തായഫിലെ മീക്കാത്തേക്ക് എത്തിയിട്ടോ. ഇതാണ് ഇവിടെ 2 മീക്കാത്തുണ്ട്. ഇതിൽ നമ്മൾ വന്നിട്ടുള്ള വലിയ മീക്കാത്തേക്കാട്ടോ. ഇതിൻ്റെ പേരെന്താ? മീക്കാത്ത് കർൺ മനാസിലോ അങ്ങനെ എന്തോ ആണ് പേര്. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവാട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഫുൾ തിരക്കേ കാരം. അപ്പോൾ പാത്തുമ്മ ഭയങ്കര കരച്ചിലാട്ടോ. ഭയങ്കര കാറ്റുമാണ് ഇവിടെ. ഭയങ്കര കാറ്റും തണുപ്പുമാണ് കേട്ടോ. അപ്പം ഞാനും ഒലക കുളിച്ച് വന്ന് ഞങ്ങൾ കയറാൻ കെട്ടിയിട്ടപ്പോൾ ഇതെന്തിനാ ഇങ്ങനെ നിൽക്കണത്? കാറ്റടിച്ചിട്ട്. അപ്പം ഇനി നേരെ മക്കത്തേക്ക് പോവാട്ടോ. മീക്കാത്തുനിന്ന് ഹെറാം കെട്ടി ഇനി കുടായി പാർക്കിംഗ് പറഞ്ഞൊരു പാർക്കിംഗ് ഉണ്ട് ഹറമിൻ്റെ അടുത്തുള്ള. അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ ടാക്സിക്കാട്ടോ ഹറമിക്ക് പോവാം. അല്ലെങ്കിൽ ഹറമിൻ്റെ അവിടെ ഒന്നും പാർക്കിംഗ് കിട്ടൂല, നമ്മളെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ. എന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ഹോട്ടൽ എടുക്കണം. എന്നിട്ട് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നേരെ ഉംറക്ക് പോവാം, ഉംറ ചെയ്യാൻ പോവാം അല്ലേ? മക്കത്തെട്ടോ. അങ്ങനെ നമ്മൾ ഹറമിൻ്റെ ബോർഡർ എത്താനായിട്ടിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഹറമിൻ്റെ ബോർഡറാണല്ലേ. നമ്മൾ മക്ക എത്തിക്കണ. ഈ കാബൻ്റെ അങ്ങോട്ട് എത്തണം, ഹറമിൻ്റെ അങ്ങോട്ട് എത്തണം. അപ്പം നമ്മൾ ക്ലോക്ക് ടവർ കാണുന്നുണ്ട് കേട്ടോ. കാണുന്നതാണ് ക്ലോക്ക് ടവർ. അടുത്തെത്തിക്കണം.
16 മിനിറ്റ്. ഇതെന്താണാവോ, നമ്മൾ ബൂമറാങ്കിൽ അകപ്പെട്ട പോലാണ്. ഇതെന്താ സംഭവം? റോഡും ഇല്ലേ? റോഡ് കഴിഞ്ഞ്. വെരി ഗുഡ്. ഇത് കൊറേ നേരമായിട്ട് നമ്മളിട്ട് ഈ കറങ്ങൽ തുടങ്ങിയിട്ട്. നിങ്ങൾ എന്താ ഇട്ടുകണമെന്ന് നോക്കി നോക്ക്. കുടായി പാർക്കിംഗ് തന്നെയല്ല ഇട്ടുക. നോക്കി കണ്ടാണ് ഒരു എക്സിറ്റ് കയറാൻ പറഞ്ഞതാണ്. ഇത് എത്രാമത്തെ ഇട്ടാന്നറിയോ? വല്ലാത്തൊരു ഗൂഗിൾ മാപ്പ് തന്നെ. ഏകദേശം 1/4 മണിക്കൂറായി. ഒരു 10 മിനിറ്റുള്ള സ്ഥലമാണ് ഈ കറങ്ങൽ തുടങ്ങിയിട്ട്. ഇവിടെ റോഡുണ്ടോ? ഈ പാർക്കിങ്ങിന് കിട്ടട്ടെ. ഈ കൂടെ എന്താ ആളും മനുഷ്യനും പോണില്ല കേട്ടോ. റോഡൊക്കെ ഓപ്പൺ തന്നെ കാര്യല്ലേ. നെക്സ്റ്റ് ക്രൂഷ്യൽ സിറ്റുവേഷൻ. എക്സിറ്റ് ആണോ എൻട്രൻസ് ആണോ ഏത് റോഡാണെന്നുള്ളത് രണ്ടും കൽപ്പിച്ച് നമ്മൾ ഈ റോഡ് എടുത്തിരിക്കുന്നു. ഈ റോഡ് കറക്റ്റ് ആണോ? നാർത്തിങ്ങൾ തന്നെയായിരുന്നു എടുത്തിരുന്നത്. ഈ റോഡ് എടുത്ത് അല്ല ഇത് റോഡാവൂ അല്ലേ ഇതൊക്കെ. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് കുടായി പാർക്കിങ് എവിടെയാണ് കണ്ടെത്തി ഞങ്ങൾ. എന്നിട്ട് അവിടുന്ന് ഒരു 10 റിയാലിന് ടാക്സി കിട്ടി ഹറമുക്ക് എത്തിച്ചേരും കേട്ടോ. ഇനി അവിടെ എത്തിയിട്ട് വേണം റൂം തപ്പാൻ വേണ്ടിയിട്ടും. പാത്തുമ്പോൾ ഞാൻ ബാക്കിലിരുന്നിട്ടേ ഇതാരും ഈ ബാക്കിലിരുന്നപ്പോൾ എന്നെ വീഡിയോ എടുക്കണേ അടിച്ചിട്ട് നമ്മൾ ഹറമിലെത്തിട്ടോ. ഇനി ആദ്യം റൂം നോക്കുകയാണ്. ഇവിടെ ഇപ്പം നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയില്ല. എന്തായാലും ആദ്യം റൂമൊക്കെ സെറ്റായിട്ട് വേണം ഇനി ഉംറയ്ക്ക് ഇറങ്ങാൻ. കാരണം മൊത്തം ലഗേജാണ് കയ്യിലും. എന്താ മൂപ്പര റൂമിലൊക്കെ ലഗേജാണ്. നമുക്ക് ആദ്യം റൂം നോക്കട്ടോ. ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ കയറിയിരിക്കുന്നു. ഇവിടെ എന്താ റൂമിന് റേറ്റ് എന്നൊക്കെ ചോദിക്കട്ടോ. നമുക്ക് ഇവിടെ കുറേ റൂമുകളുണ്ട്. ഇവിടെ പോയി നോക്കട്ടോ. റൂമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മളെ ബഡ്ജറ്റിനും കൂടി പറ്റുന്ന കിട്ടണം. അപ്പോൾ നമ്മൾ കുറച്ച് തപ്പ് തന്നെ വേണം. നമുക്ക് എവിടെയും റൂം കിട്ടണില്ല ഗൈസ്. റൂം മൊത്തം ഫുള്ളാണ്. നമ്മൾ ചോദിക്കുന്ന റൂമുകളൊക്കെ ഫുള്ളാണ്. ഇതിൻ്റെ അടുത്തൊന്നും റൂം കിട്ടണില്ല. അറങ്ങിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങണം.